റെഡിയായില്ലേ? എന്തേ? അമ്പലത്തിൽ പോയിട്ട് വരാം. ഇന്നേ മനോഹരന്റെ പക്കപ്പിറന്നാളാ. ക്ഷേത്രത്തിൽ ചില വഴിപാടുകൾ നടത്താനുണ്ട്. ഞാൻ വരുന്നില്ല അമ്മേ. അയ്യോ, അതെന്താ? എനിക്കെന്തോ നല്ല സുഖമില്ല. തല കുളിച്ചിട്ടുമില്ല. അതിന് കുളിച്ചാ പോരെ? നല്ല തലവേദന. പനി വരാൻ പോകുന്നുണ്ടോന്നൊരു സംശയം. അമ്മ പോയിട്ട് വാ. പ്രഭമോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിന് ഇനിയും സമയമുണ്ടല്ലോ അമ്മേ. നമുക്ക് പോവാലോ. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. ഈ ആഭരണങ്ങളൊക്കെ ഊരി അലമാരി വെച്ച് പൂട്ടിയിട്ട് വേണം പോവാൻ. അറിയാലോ ഇപ്പോഴത്തെ കാലം. പ്രായം ചെന്നവരെ കള്ളന്മാര് നോട്ടിട്ടിരിക്കുന്നേ. ഇവിടെ അടുത്ത പ്രഭമോളെ അമ്പലം. എവിടെയാണെങ്കിലും സ്വർണ്ണം ഇട്ട് പോകണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല. പ്രഭമോള് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഊരി വെച്ചേക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തട്ടിപ്പറിക്കാൻ നോക്കിയാലോ? കള്ളന്മാരത് ചെയ്തിരിക്കും, ഉറപ്പാ. എന്റെ മനസ്സ് തോന്നുന്നതൊന്നും തെറ്റാറില്ല. ഈ സ്വർണം പോവരുതെന്നാ എന്റെ ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം അമ്മയ്ക്കും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. ചെയ്തേക്കാം മോളെ. എത്ര ലക്ഷം രൂപയുടെ മുതലാ? കള്ളന്മാര് മാത്രമല്ല, ദൃഷ്ടിദോഷക്കാരി നമ്മൾ പേടിക്കണം. എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീടായത്. ഇപ്പൊ അങ്ങനെയാണോ? ദൃഷ്ടിദോഷം കൊണ്ടാ ഈ വീട് തകർന്നത്. ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മോള് പറഞ്ഞു തന്നത് നന്നായി. എന്നാ ഞാൻ ഊരി വെച്ചിട്ട് പൊയ്ക്കളാവേ. മോള് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ഉണ്ടായാലേ പറ്റൂ. ഇത്രയും സമാധാനമായിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടില്ല. ചന്ദ്ര ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു ശാന്തതയുണ്ട് അല്ലേ പ്രമേ? ഞാനതങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. ആ പെണ്ണിനി ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നാ മതിയായിരുന്നു. അവള് വരും. നമ്മളെ നാണം കെടുത്തുക എന്നുള്ളതാണല്ലോ അവളുടെ ലക്ഷ്യം. അതിന് അവളിവിടെ ഉണ്ടായിരുന്നാലല്ലേ പറ്റൂ. എന്തുകൊണ്ടായിരിക്കും ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞിട്ടും സിദ്ധുവിന്റെ മുമ്പിൽ അവൾ ഇങ്ങനൊക്കെ ചെയ്യുന്നത്? വേറൊരുത്തന്റെ കൂടെ കറങ്ങി നടക്കുന്ന പെണ്ണിനെ ഒരാണും സഹിക്കത്തില്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ ചെയ്യുന്നത്? അവക്ക് പകയല്ലേ കുഞ്ഞളീനോട്? അത് വീട്ടുന്നതായിരിക്കും. മണ്ടിയാ അവള്. സിദ്ധുവിനെ സ്നേഹിച്ചിരുന്നെങ്കിലേ എത്ര കാലം വേണേലും അവൾക്ക് ഇവിടെ നിന്നൂടായിരുന്നോ? ആരോടൊപ്പം ചേരണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് പ്രേമേ. കുഞ്ഞളീന് ചേരുന്ന പെണ്ണ് ദേവിക തന്നെയാ, അല്ലാതെ ചന്ദ്രയല്ല. എല്ലാം എന്റെ തെറ്റാ. ഞാൻ ഒരൊറ്റൊരാളല്ലേ ഈ വീട്ടിലെ സമാധാനം എല്ലാം കളഞ്ഞത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ നമ്മൾ ആലോചിക്കേണ്ടത്. ആലോചിക്കാനൊന്നുമില്ല. ചന്ദ്ര ഇവിടുന്ന് പറഞ്ഞു വിടുന്നു, ദേവിക ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. പറഞ്ഞപ്പോ എത്ര എളുപ്പം കഴിഞ്ഞു. ചിലപ്പോ കൊല്ലങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഇതിനൊക്കെ. അങ്ങനെ സംഭവിക്കുവോ? അത്രയ്ക്കും ക്രൂരത കാണിക്കുവോ ദൈവം സിദ്ധുവിനോട്? ചന്ദ്രയുടെ ഈ പെരുമാറ്റം കൊണ്ടേ അവൾ അടുത്ത് തന്നെ എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അത് സിദ്ധുവിനൊരു പിടിവള്ളിയാവും. അതില് പിടിച്ച് സിദ്ധു ആ കേസ് അങ്ങ് ഫയൽ ചെയ്തോളൂ. ഡിവോഴ്സ് കേസിനിടയ്ക്ക് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. അവള് നമുക്കെതിരെ പല കള്ളക്കേസുകളും ഫ്രെയിം ചെയ്യും. അതൊക്കെ നേരിടാനുള്ള മനക്കരുത്ത് ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുന്നതാ നല്ലത്. ഒരു തവണ ജയിലിൽ പോയിട്ടുള്ളവളാ ഞാൻ. സിദ്ധുവിന് വേണ്ടി അതിലും വലുത് സഹിക്കാൻ എനിക്ക് ഒട്ടും മടിയില്ല. എല്ലാം സമാധാനമായി കഴിഞ്ഞാൽ മതിയായിരുന്നു. എനിക്കതേ ഉള്ളൂ.